വമന്നാർ, എന്താണ് നരകം? അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറഞ്ഞു തരുമോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, ഞാൻ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. സയ്യിദുനാ റസൂലുള്ളാഹി. നരകത്തിലെ വലിയ ശിക്ഷ ചോദിച്ചതാകുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂല, നിങ്ങൾക്കത് താങ്ങാൻ പറ്റൂല, അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേട്ടിരിക്കാൻ പറ്റൂല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. ഒന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉപ്പ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ട ഉമ്മ. قال رسول الله صلى الله عليه وسلم إنه أنا أهل النار عذابا من له نعلان وشراقان يغلى منها دماغه كما يغلي المرجل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞു തരണേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം, വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ കഴിയില്ല. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നരകമെന്ന് പറയുന്നത് ചെറിയ ചെറിയ സംഗതിയായി ഒരിക്കലും മനസ്സിലാക്കരുത്, മനസ്സിലാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, ഇന്നഹു അനാഖിലിന്നാരി അദാബാ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹു നഅലാനി വശറാഖാൻ, ടോയ്ലറ്റിലേക്ക് കടക്കുമ്പോൾ നിന്റെ കാലിലേക്ക് നീ ഇടുന്നതായ ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ളതാകുന്ന തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ചെരുപ്പുണ്ട് നരകത്തിൽ. നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് ആ ചെരുപ്പ് ഇട്ടുകൊടുക്കുമത്രേ. ആ ചെരുപ്പ് അവന്റെ കാലിലേക്ക് സബാനിയാക്കളാകുന്ന മലക്കുകൾ പിടിച്ചിടുകയാണ്. നീ കടയിൽ ചെല്ലുമ്പോ നിന്റെ കാലിലേക്ക് ഷോപ്പ് കീപ്പർ വന്നിട്ട് കാലിലിട്ട് തരുമ്പോ നിന്റേതാകുന്ന ഷൂ ഇട്ട് നിന്റെ കാലിന്റെ സൈസ് നോക്കിക്കൊണ്ട് ഇട്ടു തരുന്നത് പോലെ സബാനിയാക്കളാകുന്ന മലക്കുകൾ നിന്റെ കാല് പിടിച്ചുകൊണ്ട് ആ തീയുള്ള തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. നഊദു ബില്ലാഹ് യുഗ്ലാ മിനാ ദിമാഗു കമാ യഗ്ലിൽ മിർജലു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, തീയാൽ സൃഷ്ടിക്കപ്പെട്ട ചെരുപ്പാണ്, ചെരുപ്പാണ്, നരകത്തിലെ ചൂടാണ് ചെരുപ്പിന്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് നിന്റെ ചൂട് കടന്നു വരുകയാണ്. സെക്കൻഡ് ബൈ സെക്കൻഡിൽ അവന്റെ തലച്ചോറ് വെന്തുരുകി പുറത്തു വരുമത്രേ ആ ചെരുപ്പ് ധരിച്ച ചൂടിനാല് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഇതിനേക്കാൾ ചെറിയ ശിക്ഷയില്ല സ്വഹാബാ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിലെ ഏറ്റവും ലൈറ്റ്, നിനക്കാ ചെറിയ ലൈറ്റ് ചായ തരുമോ? ഇല്ല മോനെ, ഇതേ ഉള്ളൂ, നീ കുറഞ്ഞ പരിപാടിയില്ല. നരകത്തിൽ കടന്നാൽ ഒരു ചെരുപ്പ് നിന്റെ കാലിലിട്ട് തരും. ആ ചെരുപ്പങ്ങോട്ടിട്ടാൽ നിന്റെ കാലിൻ്റെതാകുന്ന പാദങ്കാല് മുതൽ തുളച്ച് ചൂട് കയറി നിന്റെ മുട്ടിലൂടെ, നിന്റെ തുടയിലൂടെ, നിന്റെ കഴുത്തിലേക്ക്, നിന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂടിയെത്തി തലച്ചോറ് വെന്തുരുകി പുറത്തു വരും. സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കുമേ, അല്ലാഹു വരെ മൈൻഡ് ചെയ്യൂല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ്, വേദനാജനകമായ ശിക്ഷയാണ്. ആരാണ് സ്വഹാബാ? ബഹുമാനപ്പെട്ട അബൂദറുൽ ഗിഫാരിയാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം ഉടനെ പറഞ്ഞു അത്രേ, ഖാബൂ വഖസിറൂ യാ റസൂലല്ലാഹ്, നബിയെ പരാജയപ്പെട്ടല്ലോ, അവർ പരാജയപ്പെട്ടല്ലോ നബിയെ. ഖാബൂ വഖസിറൂ മൻഹും യാ റസൂലല്ലാഹ്,
പരാജയപ്പെട്ടല്ലോ നബിയേ, ലോകത്തെ ഏറ്റവും വലിയ പരാജിതർ അവരായി പോയല്ലോ നബിയേ, അവരാരൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ എന്ന് അബൂദർ ഗഫാരി തങ്ങൾ ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആദ്യമായി അൽ മുസ്ബിലു, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ റബീഉൽ അവ്വൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കും, ഇനി മേലാൽ എന്റെ നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം പോകില്ല. അങ്ങനെ ഉടുത്തവരൊക്കെ ഒന്ന് കയറ്റി കൊടുത്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒന്ന് കയറ്റി കൊടുത്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതിന് മടി വെക്കണ്ട. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസുന്നത്ത് ജീവിതത്തിൽ ഇനി മരണം വരെ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലൊരു ഫാഷൻ നിങ്ങൾ കാണണ്ട. ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ സയ്യിദുനാ റസൂലുള്ളാഹി. പാൻസ് ഒക്കെ ധരിക്കുന്ന ചെറുപ്പക്കാര് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ തെറുത്ത് വെച്ചാല് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടുമെന്ന് നീ മോഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലുമില്ല. ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ മുസ്ബിലിൻ ഇസാറ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബവി തങ്ങൾ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ ഇബാറത്ത് വളരെ വ്യക്തമാണ്. പഠിക്കണം. നമ്മൾ മുതഅല്ലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കി പഠിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ചെടുത്ത് ഇമാം നബവി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ചില ആളുകൾ അവന്റേതാകുന്ന മുണ്ട് മുമ്പിലേക്ക് കയറ്റിയെടുത്ത് ഉയർത്തി കെട്ടിക്കൊണ്ടുന്ന ആളുകളുണ്ട്, പാൻസ് മടക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നിസ്കരിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴോട്ട് വസ്ത്രവിധാനം പോകാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയം അല്ലാത്ത സമയത്തും നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ഉയർത്തി വെച്ചതുകൊണ്ട് മാത്രം അവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് അധിക ആളുകൾ പള്ളി വന്നിട്ട് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്ത് എല്ലാവരും നിസ്കാരം റെഡിയാക്കും, സുഫൂഫക്കും അഅ്തദിലു, അൻറാറിന്റെ വള്ളിയൊക്കെ പിടിച്ച് ഹാജിയാര് റെഡിയാക്കി എല്ലാം റെഡിയാക്കുക. ഉടനെ മുണ്ട് ബിസ്മില്ലാഹി. അതല്ല, പറ്റൂല. നിസ്കാരം ശരിയാവൂല. അല്ലാഹുവിന്റെ വലിയാണെന്നതിൽ തർക്കമില്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ രേഖപ്പെടുത്തി വെച്ച രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സമുന്നതനായ പണ്ഡിതനല്ലയോ ഇമാം നവവി റഹിമഹുല്ലാഹ്. അവിടുന്നാണ് പറഞ്ഞത് അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിസ്കരിക്കുന്ന സമയത്ത് മാത്രം മടക്കി വെക്കാം. നിസ്കാരം കഴിയുമ്പോൾ അഴിച്ചുവിടുക. പള്ളിയുടെ വാതിൽക്കൽ തന്നെ കുത്തിയിരുന്നിട്ട് വേഗം അഴിച്ചുവിട്ടിട്ട് അടുത്ത വക്കത്തിന് കാണാം. നീ വരണമെന്നില്ല, ഇങ്ങനെ നിസ്കാരം പോയി കിടക്കുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വേറെയുണ്ട് രണ്ടാളുകൾ. സമയമില്ല ഇല്ലെങ്കിൽ അതൊക്കെ പറയായിരുന്നു. രണ്ടാളുകൾ കൂടി നാളെ മഹ്ശറയിൽ അടങ്ങേറാകും. ഒന്നാൽ മന്നാൻ, രണ്ടാമത്തെ വ്യക്തി ദുനിയാവിൽ സമ്പത്ത് പാവങ്ങൾക്ക് നൽകിയിട്ട് പ്രളയബാധിതരാകുന്ന ആളുകളെ സഹായിച്ചവരുണ്ടാകാം, വീട് വെക്കാൻ സഹായിച്ചവരുണ്ടാകാം, കടക്കണിയിൽ നിന്ന് രക്ഷിച്ചവരുണ്ടാകാം, വിവാഹധന സഹായം നൽകിയവരുണ്ടാകാം. അൽ മന്നാൻ, ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് എടുത്തു പറയുന്നവൻ, അവൻ മന്നാനാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കേണ്ടതില്ല. അവന് കഠിനമായ ശിക്ഷയാണ്. ഹബീബ് റസൂലുള്ളാഹി. മൂന്നാമത്തത് വൽ മുൻഫിഖു സൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്ന ആള്. എത്രയോ ആളുകളുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരെ കുറിച്ചൊക്കെ പറയാണ് 2-3 ദിവസം അത് തന്നെ പറയണം. കാരണം ആ രീതിയിലാണ് ഇപ്പൊ കച്ചവടത്തിന്റെ ഒക്കെ പോക്ക്. മൊബൈൽ ഫോൺ വാങ്ങാൻ ചെന്നൊരുത്തൻ അതിനുള്ള കേടുപാടുകൾ അവൻ പറയണം. സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ അതിനുള്ള കേടുപാടുകൾ പറഞ്ഞു കൊടുക്കണം. ഇതിടെ ബാറ്ററി ബാക്കപ്പ് ഒന്നും ഇല്ല, ഇത് സംഭവം പ്രശ്നമുള്ളതാണ്, ചെറിയൊരു വിഷയമുണ്ട്, നീ ഇനി ചാർജ് ചെയ്തിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പിന്നെ വരല്ലേ, ചെറിയൊരു വിഷയമുണ്ട്, ഇന്ന കേസ് കെട്ടുകളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. മൊബൈൽ കച്ചവടം ചെയ്യുന്നവൻ ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മൊബൈൽ കച്ചവടമാണല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിൽ മുക്കുമൂലകൾ മൊബൈലിന്റെ ബിസിനസ്സാണ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. പക്ഷെ ഹലാലായ രീതിയിലായിരിക്കണം നിന്റെ സമ്പാദ്യം. അവനെ കൊടുക്കാൻ വേണ്ടി ആകരുത്, ഇടങ്ങേറാക്കാനാകരുത്. കച്ചവടമൊക്കെ ചെയ്യുന്നത് ബർക്കത്തിന് വേണ്ടിയാകണം.
വൽമുൻഫിഖു സൽഅതുഹു ബിൽഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്ത്. അല്ലാഹു തന്നെ സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്. അനക്കായ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിലക്ക് തരുന്നത്. 50,000 രൂപയുടെ സാധനമാണ്, 35,000 രൂപ അനക്കായ കൊണ്ട് മാത്രം തരികയാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. 2 ദിവസം കഴിയുമ്പോൾ സാധനം കേട് തിരിച്ചു കൊണ്ടുവന്ന് വരിക. എല്ലാം പൊന്നു അപ്പം നമ്മളെടുക്കൂല, തീർന്നു. അതിൻ്റെതാകുന്ന കോട്ടങ്ങൾ മുഴുവൻ വിശദീകരിക്കണം. നന്മ വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കോട്ടങ്ങൾ പറയണം. അങ്ങനെയാണ്. ഹദീസില്ലേ കച്ചവടക്കാരെ കൊണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വൈലുൽ ലിസാനിഇ من غد وبعد غد صدق رسول الله. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്, ഇത് സാധനം ഉഗ്രനാണെന്ന് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരില്ലയോ, അതേ രീതിയിലല്ല എങ്കിൽ അവന് നാശമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെ അല്ല എങ്കിൽ നിനക്ക് അടങ്ങേറായിരിക്കും, തട്ട് കിട്ടും. ഇത് സൂപ്പർ സാധനമാണ്, അടിപൊളി ഐറ്റാണ്, വല്ലാഹി അടിപൊളി ഐറ്റാണ്. ഞാനത് ചൈനയിൽ നിന്ന് വരുത്തിയാണ്, അവിടുന്ന് വരുത്തിയ ജപ്പാന്റെ ഐറ്റാണെന്നൊക്കെ പറഞ്ഞ് നീ വിത്തിട്ട് അവസാനം അവരെ നാശത്തിലേക്ക് കൊണ്ടുപോകരുതേ. എന്ത് സാധനമായിരുന്നാലും റളിയല്ലാഹു അൻഹു ഒരിക്കൽ കമ്പോളത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരാൾ ഈന്തപ്പഴം കച്ചവടം ചെയ്യുന്നു. അവനോട് ചോദിച്ചു, കച്ചവടമൊക്കെ ചെയ്യാൻ പഠിച്ചായിരുന്നു? ഇല്ല, പഠിച്ചില്ല, നമ്മൾ ഇങ്ങനെ ചെയ്തല്ലേ പഠിക്കുന്നത്. ആ ഷട്ടർ ഇങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. ഷട്ടർ ഇട്ടോ, ബിസ്മില്ലാ, അതാക്കോലിങ് എടുത്ത് കട പരിപാടി നിർത്തിക്കോളാം. കച്ചവടമൊക്കെ പഠിച്ചിട്ട് മതിയാണ്, ദീനനുസരിച്ചുകൊണ്ട് കച്ചവടം പഠിച്ചിട്ട് മതി, കച്ചവടം നടത്തിയാൽ മതി. അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മള് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് എവിടുന്ന് ആരോട് എന്ത് ചോദിക്കുന്നു? ഒന്നും ചോദിക്കൂല, നമുക്കൊന്നും ചോദിക്കാം, എല്ലാം അറിയാമല്ലോ. കച്ചവടമൊക്കെ കഴിഞ്ഞ അവസാനം തകടം പറഞ്ഞ് നാശമായി, ഒക്കെ പലിശയുമായി ബന്ധപ്പെട്ട് ഇടങ്ങേറായി, അവസാനം മുസ്ലിയാരെടുത്ത് വരും, ആലിയാരെ ഇതിന്റെ മസാല എങ്ങനെയായിരുന്നു? മസാല എല്ലാം പോയി, നമ്മളാകെ തകർന്ന് നാശമായി. അപ്പോഴാണ് കട തുടങ്ങിയതിന്റെ അന്ന് രാവിലെ സുബഹിക്ക് മുമ്പ് മൂലിയാരെ കൊണ്ടുപോയിട്ട് കടയുടെ ഷട്ടർ താഴ്ത്തി പകുതി വരെ വെച്ചിട്ട്, അതെ എരഞ്ഞു കയറണം കേട്ടോ, കാരണം രാവിലെ സിനിമാ നടി വരാനുള്ളതാണ്, സണ്ണീലിയോൻ വരാനുള്ളതാണ്, അവരെ കൊണ്ട് ഉദ്ഘാടനം. ഉസ്താദ് പിന്നെ വെറുതെ രാവിലെ വന്നിട്ട് കട ഷട്ടറൊന്നും തുറക്കണ്ട, താഴെക്കൂടെ ഒന്ന് എഴഞ്ഞു കയറിക്കും. ഉസ്താദ് പിന്നെ എഴഞ്ഞ് അതിനകത്ത് കയറി മെഴുകുതിരി വെളിച്ചത്തിൽ നിന്ന് യാസീൻ ഓതി ദ്വാരന്ന് പോകുമ്പോൾ ഉസ്താദിന് ഒരു 100 രൂപ. രാവിലെ 10 മണിക്ക് സണ്ണീലിയോൻ സിനിമാ പാട്ടും പാടി ഭയങ്കര ചണ്ടമേള, 1,00,000 രൂപ. 2 മാസം കഴിയുമ്പോൾ ഇതേ കാളിയാരെടുത്ത് വരും, മുസ്ലിയാരെ ഒരു കോഴിമുട്ട ഉണ്ടോ, മന്ത്രിച്ചു ഊതി എങ്ങനെയെങ്കിലും എന്റെ കച്ചവടം വർക്കത്താക്കണം. ഇതേ മുസ്ലിയാരെടുത്ത് എത്ര രൂപ ആണെങ്കിലും തരാവേ. സണ്ണീരിയോന് കൊടുത്ത കാശ് ഹാജിയാർക്ക് കൊടുത്ത് മുസ്ലിയാർക്ക് കൊടുത്തിരുന്നേ മതിയായിരുന്നു. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? ഇന്ന് കേരള സമൂഹത്തിൽ നടക്കുന്ന ഇതല്ലേ? എന്ത് പറ്റിപ്പോയി മുസ്ലിം സമുദായത്തിന്? വലിയ വലിയ തമ്പുരാക്കന്മാരാകുന്ന ആളുകൾ പോലും, സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്ന പണക്കാർ പോലും, എത്രയോ സമുന്നതരാകുന്ന പണക്കാർ ഇവിടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട്, സാദാത്യങ്ങളെ കൊണ്ട്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശാബുദങ്ങളെ കൊണ്ട് ഉദ്ഘാടിച്ച എത്രയോ കടകൾ ഇന്ന് കേരളക്കരയിലുണ്ട്, എത്രയോ ജ്വല്ലറികളുണ്ട്, എത്രയോ ഷോപ്പുകളുണ്ട്. ഒരു കച്ചവട നഷ്ടവും സംഭവിക്കാത്ത രീതിയിൽ എത്രയോ മഹത്തരമാകുന്ന കരങ്ങൾ കൊണ്ട്, ആലിമീങ്ങളുടെ കരങ്ങൾ കൊണ്ട്, പണ്ഡിതന്മാരുടെ കരങ്ങൾ കൊണ്ട് ഉദ്ഘാടിക്കപ്പെട്ട എത്രയോ കടകൾ ഇന്ന് മനോഹരമായ കച്ചവടം നടത്തുന്നുണ്ട്. 8 നിലയ്ക്ക് പൊട്ടിയതാകുന്ന എത്രയോ കടകളുണ്ട്. സിനിമാ നടന്മാരെ കൊണ്ടും സിനിമാ നടിമാരെ കൊണ്ടും ലക്ഷങ്ങൾ പൊടിച്ച് ബാൻഡ് മേളവും അമ്പാരിയുമായി കടന്നു വന്ന ആളുകൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ കടക്കണിയിൽ കുടുങ്ങിയ ആളുകളില്ലേ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തേ മനസ്സിലാക്കാത്തത്? നബിതങ്ങൾ പറഞ്ഞു, വൈലുൽ ലിത്താജിരി ബിലാ വല്ലാഹ് വലാ വല്ലാഹ് വലാ യഹില്ലു ലിഅഹദിൻ അൻ യബീഅ ബിളാഅതഹു ഇല്ലാ
അയ്യുബയ്യന ആഫതഹു. ഒരു വ്യക്തി അവന്റെ കച്ചവട ചരക്കുകൾ വിൽക്കുമ്പോ അവനതിൽ വിൽക്കൽ അനുവദനീയമല്ല. അതിൻ്റെതാകുന്ന ആഫത്തുകൾ, അതിൻ്റെതാകുന്ന വരുംവരായികൾ കച്ചവടക്കാരൻ കസ്റ്റമറെ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ കച്ചവടം ചെയ്യരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മൾ ബുദ്ധിമുട്ട് മറച്ചു വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവനെ കൊണ്ട് പിടിപ്പിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒക്കെ ചിന്തിച്ചോ, കച്ചവടക്കാർക്ക് വേണ്ടി പിന്നെ ഒരു ദിവസം വെക്കുക, അപ്പൊ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ആയത്തോ ദിവസമൊക്കെ വേറെ പോകും, സമയം പോകും. കൂലിപ്പണിക്കാരായ ആളുകൾ, പെയിന്റടിക്കാരാകട്ടെ, ആശാരിപ്പണി ചെയ്യുന്നവനാകട്ടെ, മേസ്തിരി പണി ചെയ്യുന്നവനാകട്ടെ, സമയം പറഞ്ഞാൽ അത് പാലിക്കണേ. നാളെ ഈ പണി തീർക്കാം, ഞാൻ മറ്റന്നാൾ കൊണ്ട് തീർക്കാം. ഈ കെട്ടിടത്തിന്റെ പണി ഞാൻ ഒരു മാസം കൊണ്ട് തീർക്കാം, ഒരു വർഷം കൊണ്ട് തീർക്കാം. നീ ഒരു സമയം പറഞ്ഞാൽ ആ സമയം നീ പാലിക്കണേ. നാളെ വരാം, മറ്റന്നാൾ വരാമെന്നൊക്കെ നീ പറയലുകൊണ്ട് ആ സമയത്ത് വരാൻ പറ്റുമെങ്കിൽ മാത്രമേ പറയാവുള്ളൂ. നീ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് നീ ശാപവാക്കി ഏറ്റുവാങ്ങരുതേ. വിധങ്ങളെ ശപിച്ച വിഭാഗമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. ഒരാൾ പറയാം, നാളെ വന്നേക്കാം, രാവിലെ പണിക്ക് വന്നേക്കാം, മറ്റന്നാൾ വന്നേക്കാം, ഇതങ്ങ് തീർത്ത്, ഇത് ഇവിടുത്തെ റെഡിയല്ലേ, ഇത് ഞാൻ മറ്റന്നാൾ വന്ന് തീർത്തേക്കാം. ആ മറ്റന്നാൾ തന്നെ നീ വരണം. വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് നീ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിനക്ക് ഇടങ്ങേറാണ്, നിനക്ക് നാശം. ആര് പറഞ്ഞതാ? സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെയാണ് ബർക്കത്തില്ലാത്തത്. ഡെയിലി 1000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, 700 രൂപ വെച്ച് കിട്ടുന്നുണ്ട്, എങ്ങോ ക്ലച്ച് പിടിക്കുന്നില്ല, റാഹയില്ല. എന്തുകൊണ്ടാ? ബർക്കത്തില്ല. നീ പറഞ്ഞാൽ അനുസരണമുള്ളവൻ ആളുകൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുന്നുണ്ട്. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. നബിയുടെ ഓരോ വാക്കും നബിയുടെ ശാപവാക്കി ഏറ്റ ആളുകളാണ് മിക്ക ആളുകളും. അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ ജോലികൾ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. കൂലിപ്പണിക്കാരായ ആളുകൾ, സഹോദരങ്ങളുണ്ടാകും, കച്ചവടക്കാരുണ്ടാകും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. വളരെ ശ്രദ്ധിക്കുക. ലോകത്തെ ഏറ്റവും നല്ല പണിയാണ് കച്ചവടം. അത്താജിറു സാദിഖുൽ അമീൻ മഅൻ നബിയ്യിന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ശഫീഉന റസൂലുള്ളാഹി. സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ പ്രവാചകന്മാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പമാണ് നാളെ സ്വർഗ്ഗത്തിൽ വസിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ നിനക്ക് അമ്പിയാക്കളോടൊപ്പം സ്ഥാനം, പുലർത്തിയില്ലെങ്കിൽ നിനക്ക് കപടവിശ്വാസികളോടൊപ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ 3 കൂട്ടരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മാരകമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും മഹ്ശറയിൽ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായി പറഞ്ഞത് അൽ മുസ്ബിലു എന്നാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവരെന്നാണ്. ഞാൻ അവിടെ നിൽക്കട്ടെ.